ഇടുക്കിയിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് പരിക്ക്. 8 വയസ്സുകാരൻ കാർത്തികിനാണ് പരിക്കേറ്റത്. പള്ളനാട് വെച്ചാണ് സംഭവം. ഇടുക്കി മറയൂരിൽ ഇന്ന് രാവിലെയാണ് കാട്ടുപോത്ത് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ 8 വയസ്സുള്ള കുട്ടിക്ക് പരിക്കേറ്റു. രാവിലെ കുട്ടി സ്കൂളിൽ പോകാനായി വാഹനം കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് അതുവഴി എത്തിയ കാട്ടുപോത്ത് കുട്ടിയെ ആക്രമിക്കുന്നത്. കുട്ടിയെ കുത്തി എടുത്തെറിഞ്ഞു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന 2 വാഹനങ്ങൾ തകർത്തു. ഒരു പിക്കപ്പ് വാഹനത്തിൻ്റെ ബോണറ്റിലൂടെ ചാടിയാണ് ഈ കാട്ടുപോത്ത് ജനവാസ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് ഓടിമറിഞ്ഞത്. ഇപ്പോൾ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ നിന്ന് വനമേഖലയിലേക്ക് കടന്നു എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. എന്തായാലും കുട്ടിക്ക് സാരമുള്ള പരിക്കാണ്. കുട്ടി ആദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും അതോടൊപ്പം തന്നെ പിന്നീട് അടിമാലി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പള്ളനാട് സ്വദേശിയായിട്ടുള്ള കാർത്തികിനാണ് പരിക്കേറ്റിരിക്കുന്നത്. കുട്ടിയുടെ പരിക്ക് പരിശോധിച്ചതിന് ശേഷം ബന്ധുക്കളുടെ ആവശ്യപ്രകാരം തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ കാട്ടുപോത്ത് ആക്രമണവുമായി ബന്ധപ്പെട്ട് പള്ളനാട്ടിൽ പ്രതിഷേധവുമുണ്ടായി. രാവിലെ കുറച്ചുനേരം മൂന്നാർ മറയൂർ സംസ്ഥാന പാത പ്രദേശവാസികൾ ഉപരോധിച്ചു. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചത്. കുട്ടിക്ക് സ്വകാര്യ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ നൽകാമെന്നും ഈ കാട്ടുപോത്തിനെ മുഴുവൻ സമയവും നിരീക്ഷിക്കാൻ വാച്ചർ ഏർപ്പെടുത്താമെന്നുമുള്ള ഉറപ്പിനെ തുടർന്നാണ് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചത്. നാട്ടുകാരെല്ലാം ആവശ്യപ്പെട്ട് ഇവിടുന്ന് പിടിച്ച് മാറ്റണം, വെടിവെച്ച് ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ അവർ ഉറപ്പ് പറഞ്ഞിട്ട് പോയതാണ്. അന്ന് അവർ പാലിച്ചില്ല. ഇന്നും ഇവിടെ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായപ്പോൾ അതിനെ പിടിച്ച് മാറ്റാമെന്ന് പറഞ്ഞ് ഒരു ഉറപ്പ് പറഞ്ഞിട്ട് താൽക്കാലികമായിട്ട് സമരം അവസാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പും ആ പ്രദേശത്ത് ഈ കാട്ടുപോത്തിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ പ്രദേശത്ത് ഒറ്റയാനായി നടക്കുന്ന ഒരു കാട്ടുപോത്തുണ്ട്. അത് പലപ്പോഴും ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. ഈ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് പിടികൂടണം എന്ന് ഏറെ നാളുകളായി പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് പൂർണ്ണ സമയവും ജനവാസ മേഖലയിൽ നിൽക്കുന്നതല്ല. കാട്ടിൽ നിന്നിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തി പെട്ടെന്ന് മടങ്ങിപ്പോകുന്ന ഒരു കാട്ടുപോത്താണ് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. എന്തായാലും നിലവിൽ കാട്ടുപോത്തിനെ മുഴുവനും സമയവും നിരീക്ഷിക്കാം എന്നുള്ളതാണ് വനംവകുപ്പ് നൽകിയിരിക്കുന്ന ഉറപ്പ്. ഈ കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കുന്നതടക്കമുള്ള കാര്യത്തിൽ പിന്നീടായിരിക്കും തീരുമാനമുണ്ടാവുക.